ഹലോ, ഇതൊരു കുഞ്ഞു മിനി വ്ളോഗാണ്. ഇത് എടുത്തിട്ട് 3-4-5 ദിവസമായി. നിങ്ങൾക്കറിയാലോ, എനിക്കിടാൻ സമയമില്ല. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോനും കൂടി സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോവുകയാണ്. എവിടെ പോവുകയാണെന്നില്ലേ? വിരുന്നിന് പോവുക. ഞങ്ങൾക്കല്ല, കല്യാണ പെണ്ണിനും കല്യാണ ചെറുക്കനും. ഞങ്ങളെയും ക്ഷണിച്ചായിരുന്നുകൊണ്ട് ഞങ്ങളും കൂടെ പോയി ദം ബിരിയാണി വെക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ പൈനാപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് പോയത്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവരെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ചിക്കൻ ബിരിയാണിയല്ല, നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. പിന്നെ വേറെ ജോലിയൊന്നും എനിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഞാൻ കൈയുടനെ പോയി ആ പൈനാപ്പിളിനെ അരിഞ്ഞങ്ങ് വെച്ചു. പൈനാപ്പിൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിയണത് പായസം വയ്ക്കാനുണ്ടെന്ന്. ഞാൻ ചാടി അങ്ങ് വീണ്. ഞാൻ തന്നെ വെച്ചോളാം പായസം. അത് റോസിന് വീഡിയോ എടുക്കലോ, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ നേരെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അടുക്കളയിലോട്ട് പോയി. ആദ്യം നമ്മളെന്ത് ചെയ്യണം? പായസം വയ്ക്കണതിന് മുന്നേ കുക്കർ കഴുകണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുക്കറിലാണോ പായസം വയ്ക്കണതെന്ന്? അല്ല, ചവ്വരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലെടുത്തത്. അപ്പോൾ പെട്ടെന്നൊരു 2 കൂക്കിലൊക്കെ നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ കുക്കർ കഴുകി ചവ്വരി വേവിക്കാനായിട്ട് വെച്ച്. കുറച്ച് ചവ്വരി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സേമിയാണ് ആ സംഭവത്തിൻ്റെ പേര്. അത് എത്തി കൂടുതലായിരുന്നു. ചവ്വരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ തൃപ്തിപ്പെടണമെന്നാണല്ലോ. അപ്പോൾ ഉള്ള ചവ്വരി എടുത്ത് വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ചരുവ എടുത്ത് ആദ്യം ഗ്യാസിൽ വെക്കുക. അത് കഴിഞ്ഞ് നെയ്യ് ഒഴിക്കുക. പിന്നെ സേമിയയുടെ മിക്സ് എടുക്കുക. അപ്പം നിങ്ങൾ പറയും, ഞങ്ങൾക്ക് പായസം വയ്ക്കാനറിയാം, നീ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ടെന്ന്. സാധാരണ അങ്ങനെയാണല്ലോ എല്ലാവരും കുക്കിംഗ് വീഡിയോസും അങ്ങനെയല്ലേ. അപ്പം ഞാനായിട്ട് ഇനി അതിന് തെറ്റ് വരുത്തണ്ടെന്ന് വിചാരിച്ചു. ചുമ്മാതാട്ടാ, എനിക്കെങ്ങനെയെങ്കിലും ഇത് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ചരുവത്തിൽ സംഭവമൊക്കെ ഇട്ടു. ഇതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ പിറകിൽ കഥ പറയാനായിട്ട് എൻ്റെ താത്ത വന്നു. അവൾ എൻ്റെ കയ്യിൽ പറയാണ്, ഇങ്ങനെ വേണം, നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം വീഡിയോസ് ചെയ്യാൻ, നീ ഒരുമാതിരി കാണാവുന്ന കാലം കൊള്ളനെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു, താത്ത ഇപ്പോൾ എല്ലാം നാച്ചുറലായിരിക്കണം, നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ, നമ്മൾ പണ്ടാണ് മേക്കപ്പൊക്കെ ഇട്ട് ചെയ്യണമെന്ന് ഞാൻ തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പായസം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മച്ച ചോറ് കഴിക്കാൻ വേണ്ടി വന്നപ്പം കേക്ക് കൊണ്ടുവന്നു. കേക്ക് ഞാൻ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കി, പൊട്ടിക്കാതെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന്. അപ്പോൾ പേരെഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായി. താത്ത പറഞ്ഞു, ഇത് പൊട്ടിച്ച് നോക്കാതെ നീ എന്തായാലും കാണാൻ പോണില്ല എന്ന്. ഉടനെ തന്നെ ചോറ് വിളമ്പിയായിരുന്നു. എൻ്റെ നാത്തൂനുണ്ടിലെ നാണക്കാരി, അവൾക്ക് ഒരേ നാണമാണ്. അവളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അവൾ തയ്പ്പിച്ചതാണിത്. പക്ഷെ നല്ല കളറാണ്, പിസ്ത കളർ. എൻ്റെ ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ കളറിൽ ഒരല്പം വ്യത്യാസമുണ്ട്. പിന്നെ അവരെല്ലാം കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കഴിക്കാനിരുന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് വരട്ടിയത്, പപ്പടം, മുട്ട അവിച്ചത്. നെയ്ച്ചോറാണെങ്കിലും ഒരു ബിരിയാണിയുടെ സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. കുമ്മനെ വാരി തിന്ന്. അത് കഴിഞ്ഞ് ഉടനെ പായസം പോയി എടുത്തായിരുന്നു കുടിക്കാൻ. നല്ല വെള്ളം പോലെ ഇറക്കി വെച്ച പായസമായിരുന്നു. പക്ഷെ കഴിക്കാനെടുത്തപ്പോഴത്തേക്കും കട്ടിയായിരുന്നു. നമ്മൾ വീണ്ടും 1 ഓവർ പാലൂടെ ഒഴിച്ച് ഇത് തിളപ്പിച്ച് ലൂസാക്കി എടുത്ത്. ഫുഡൊക്കെ കഴിച്ചൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ താത്ത വിളിച്ച് അപ്പൂസിനെ വിളിക്കാൻ സ്കൂളിൽ പോകുന്നു. കാരണം അവൻ രാവിലെ പറഞ്ഞിട്ട് പോയെന്ന്, ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങളെ 3 പേരെയും കൊണ്ടേ സ്കൂളിൽ വിളിക്കാൻ പോകാമെന്ന്. അവൻ സെൻറ്റ് തോമസിലാണ് പഠിക്കുന്നത്, 3-ാം ക്ലാസ്സിൽ. അല്ല, 4-ാം ക്ലാസ്സിൽ. ക്ലാസ് മാറിപ്പോയി. ഇല്ല, അവൻ 3-ലാണ് പഠിക്കണത്. എനിക്ക് തെറ്റിപ്പോയതാണ്. ഇനി അവൻ ഈ വീഡിയോ കണ്ടിട്ട് അവൻ എന്നെ ഫയർ ചെയ്യാൻ വരും. അവൻ്റെ ക്ലാസ് ഞാൻ തെറ്റിച്ച് പറഞ്ഞാണ്. അങ്ങനെ അവൻ വന്ന ഉടനെ റിതാൻകുട്ടനെ അൻപുട്ടാന്ന് വിളിച്ചുകൊണ്ട് വന്ന. അവൻ ഈ പ്രണവ് പ്രവീൺ അവരെ വീഡിയോസ് കൂടുതലായിട്ട് കാണും. അപ്പോൾ അതിൽ ആ കുഞ്ഞുവാവൻ്റെ അൻപൂട്ടൻ, അവൻ അത് കണ്ടതിന് ശേഷം അവനെ അങ്ങനെ വിളിക്കത്തുള്ളൂ. പിന്നെ ചേട്ടനും അനിയനും കൂടെ കളിച്ച് വന്ന വകയിൽ അനിയൻ സ്വന്തമായിട്ട് കൈ ഡോറിൻ്റെ ഇടയിൽ, കാറിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച്, അതൊക്കെ ഒരു കോമഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉടനെ കേക്കൊക്കെ വന്നിട്ട് കഴിച്ചായിരുന്നു ചായ ആയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കേക്ക് മേടിച്ചു, കേക്ക് കഴിക്കുന്ന വീഡിയോ ഉണ്ട്, പക്ഷെ കട്ട് ചെയ്യുന്നതില്ലെന്ന്. അത് വേറൊരാളെ ഫോണിലായിരുന്നു, അതെൻ്റെ കയ്യിൽ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ രാത്രി റിതാൻകുട്ടന് ദോശയൊക്കെ ചുട്ടു. ഞങ്ങൾക്ക് ആ പഴയ ചോറ് തന്നെ ഉച്ചത്തത്, അതും കഴിച്ചു. നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. നമ്മൾ എവിടെയൊക്കെ പോയാലും തിരിച്ച് നമ്മളെ റൂമിൽ വന്നൊരു 10 മിനിറ്റ് ഒന്ന് ഫാനിട്ട് കിടക്കുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ബായ്.